കുമാരി എന്ന് പറയുന്നത് നേപ്പാളികളുടെ ഒരു വിശ്വാസമാണ്. അതായത് അവരുടെ തലേജു ഭവാനി എന്ന് പറഞ്ഞ ദേവിയുടെ ഒരു അംശാവതാരമാണ് ഈ കുഞ്ഞ് എന്നാണ് വിശ്വാസം. നമ്മുടെ ഈ യോധ സിനിമയിൽ റിംബോച്ചെ തിരഞ്ഞെടുക്കുന്ന പോലെ പല ലക്ഷണങ്ങളും 32 ലക്ഷണങ്ങളോ 36 ലക്ഷണങ്ങളോ എല്ലാം നോക്കി ജാതകവും എല്ലാം നോക്കിയാണ് ഈ കുഞ്ഞിനെ തിരഞ്ഞെടുക്കാറുള്ളത്. ഈ കുഞ്ഞിനെ തിരഞ്ഞെടുത്ത് അവരോധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്കത് ദേവിയാണ്. അപ്പം ഈ കുട്ടി ഉറങ്ങുന്നതും ജീവിക്കുന്നതും എല്ലാം ഒരു കൊട്ടാരത്തിലാണ്. കുമാരി ഘർ എന്നാണ് അതിനെ പറയുന്നത്. കാഠ്മണ്ഡു ദർബാർ സ്ക്വയറിലാണ് ഈ കുമാരി പാലസ് ഉള്ളത്. 4 മണിക്ക് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കും. നമുക്ക് കാണാം, ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ല. പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ, വിശ്വാസം മനുഷ്യാവകാശം ഇത് രണ്ടും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് ആണ് സത്യം പറഞ്ഞാൽ കുമാരി എന്ന് പറഞ്ഞൊരു സങ്കല്പം. ഈ കുഞ്ഞ് ഹോം സ്കൂൾഡാണ്. ഈ കുട്ടിക്ക് പുറത്ത് അധികം ഇൻട്രാക്ഷൻസ് ഇല്ല. ഈ കുട്ടിയുടെ പരിചാരകർക്ക് എന്തെങ്കിലും കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരുമായിട്ട് മാത്രമാണ് ഈ കുട്ടി കളിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ കുട്ടിയെ ജാഥയായിട്ട് കൊണ്ടുപോകും. ഇന്ദ്രചത്ര എന്ന് പറഞ്ഞ ഒരു സമയത്ത് ഈ ജാഥയായിട്ട് കൊണ്ടുപോകുമ്പോൾ ഈ കുഞ്ഞ് ചിരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി മരിക്കും എന്നാണ് വിശ്വാസം. അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ കൊടിയ പ്രകൃതി ദുരന്തം ഉണ്ടാവും എന്നൊക്കെയാണ് വിശ്വാസം. അപ്പോൾ ഈ കുഞ്ഞ് ചിരിക്കാതെ വേണം ഈ മണിക്കൂറുകൾ ഈ ജാഥയിൽ ഇരിക്കാൻ. ഈ കുഞ്ഞിൻ്റെ കാല് നിലം തൊടാൻ പാടില്ല. അപ്പോൾ ഈ കുട്ടിയെ എടുത്തുകൊണ്ടാണ് എല്ലായിടത്തും പോകുന്നതുമല്ല. അപ്പോൾ ഇത്തരത്തിൽ വളരെ സെക്ലൂഡഡായൊരു ജീവിതം ഒരു 12-13 വയസ്സ് വരെ ജീവിച്ചിട്ട് ഈ കുഞ്ഞ് മെൻസ്ട്രേറ്റ് ആകുന്നതോടെ ഈ സ്ഥാനത്തിൽ നിന്ന് ഈ കുഞ്ഞ് ഇറങ്ങി പോവുകയാണ്. അത് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ഒരു ചെറിയ പെൻഷൻ കൊടുത്ത് ഈ കുട്ടി നോർമൽ ലൈഫിലേക്ക് പോകാൻ അവൾ ഫോഴ്സ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഇതിനെ ചൊല്ലി ഇതിന് മുൻപുണ്ടായിരുന്ന കുമാരിമാരിൽ ചിലർ ഇതിനെ വളരെ നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ട്, ചിലർ വളരെ പോസിറ്റീവായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ കുമാരി സങ്കല്പം എന്ന് പറയുന്നത് നേപ്പാളികളുടെ 600-800 വർഷങ്ങളായിട്ടുള്ള വിശ്വാസമാണ്. അത് ഈ അടുത്ത കാലത്തൊന്നും മാറുന്നു എനിക്ക് തോന്നുന്നില്ല. ഈ കുട്ടിയെ തിരഞ്ഞെടുക്കുന്നതൊക്കെ സത്യം പറഞ്ഞാൽ വളരെ ബ്രൂട്ടലായിട്ടുള്ള സ്റ്റെപ്പുകളിൽ കൂടെ ലക്ഷണങ്ങളുണ്ട് പലതും. പല്ല് നിരയത്തതായിരിക്കണം, തുടയിൽ എന്തൊക്കെയോ ലക്ഷണങ്ങൾ, അങ്ങനെ കുറേ മാർക്കുകളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് അവസാനത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ കുട്ടിയെ ഒരു ഇരുണ്ട മുറിയിൽ ഇരുത്തിയിട്ട് അതിന് മുൻപിൽ ഈ മൃഗങ്ങളെ ബലി കഴിപ്പിക്കുകയൊക്കെ ചെയ്യും. ഈ സമയത്ത് പേടിക്കുകയോ കരയുകയോ ചെയ്യാതെ ഇരിക്കുന്ന കുഞ്ഞിനെയാണ് അവസാനം കുമാരിയായിട്ട് തിരഞ്ഞെടുക്കുന്നത്. തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ വീട്ടുകാർക്കും ഈ സാധാരണ സന്ദർശകരെ പോലെ വന്ന് കണ്ടിട്ട് പോകാം. കാരണം ദേവിയാണ്, അവരുടെ മകളല്ല. അപ്പം ഞാൻ എപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമാണ്, ഇത് കഴിഞ്ഞ് ഈ കുഞ്ഞ് ഇറങ്ങുമ്പം വരുന്നൊരു ട്രാൻസിഷൻ ഇല്ലേ, പുതിയ ലൈഫിലോട്ട് അത് എങ്ങനെ അഡാപ്റ്റ് ചെയ്യുമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇന്നും ഹ്യൂമൻ റൈറ്റ്സ് അഡ്വക്കേറ്റ്സ് മനുഷ്യാവകാശ ലംഘനമായിട്ട് കരുതുന്ന ഒരു കാര്യമാണ് ഈ കുമാരി എന്ന് പറഞ്ഞൊരു സങ്കല്പം. പക്ഷേ നേപ്പാളികൾക്ക് അവരുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗമാണ് കുമാരി എന്ന് പറയുന്നത്. കുമാരിയെ വിട്ട് നേപ്പാളി അടുത്ത കാലത്തൊന്നും കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.